നമസ്കാരം, അനൂസ് മുഹമ്മദാണ്. അപ്പോൾ ഞാനിന്നത് പ്രസിദ്ധമായ കൽപ്പാത്തിയിലാണ്. അപ്പോൾ കൽപ്പാത്തി രഥോത്സവം തുടങ്ങാൻ പോവുകയാണ്. നാളെയാണ് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കൽപ്പാത്തിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാണ്. പഴയ ഇതിനും പോയതിനും വളരെ വ്യത്യാസമുണ്ടല്ലോ. പഴയ ആചാരം അതുപോലെ ഇപ്പോൾ ഇതില്ല. ഇപ്പോൾ ആഡംബരമാണ് മെയിൻ. ഈ മീഡിയക്കാരും റിപ്പോർട്ടറും അവരവരൊക്കെ വന്നിട്ട് വളരെ ഗംഭീരമാക്കിപ്പോൾ മുമ്പിൽ കൽപ്പാത്തി മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേൾഡ് ഫേമസ് ആയിപ്പോൾ. നമസ്കാരം. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഞങ്ങൾക്ക് അടിപൊളിയാണ്. പേര് എന്താ ചോദിച്ചാൽ ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 13-ാം തീയതി ഈ ഇലക്ഷൻ വെച്ചു. ഇലക്ഷൻ വെക്കുന്ന സമയത്ത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുമുണ്ട്. അതായത് ഈ ഞങ്ങൾക്ക് എന്താ ചോദിച്ചാൽ കാശിയിൽ പാതി കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം ആ രഥോത്സവമാണ് ഇവിടെ നാളെ നടക്കുന്നത്. അപ്പോൾ കുടുംബനാഥനും കൂടെയാണ് ഞങ്ങൾക്ക്. എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മത്താണ്
ഈ വിശാലാക്ഷി സമേത വിശ്വനാഥൻ കുടികൊള്ളുന്നത്. അപ്പോൾ ആ തേരും ദിവസം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോവുമോ ഭഗവാനെ കാണാൻ പോവുമോ, ആകെ മനസ്സിന് ഒരു സങ്കടം വന്നു. അപ്പോൾ റിക്വസ്റ്റും കൊടുത്തു. അപ്പോൾ അത് ഡൽഹിയിൽ നിന്നുള്ള ഓർഡറാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡൽഹിയിൽ എന്ത് ഓർഡറായാലും പകുതി വോട്ട് നിങ്ങൾക്ക് കിട്ടും തോന്നുന്നില്ല, എങ്ങനെയാ പറഞ്ഞു ഞാൻ. അപ്പോൾ ഇത് ഇനി എന്തെങ്കിലും മാറ്റാനൊന്നും ഒരു ഇതും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് പകുതി വോട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു വോട്ട് ചെയ്യാൻ പോവുമോ ചോദിച്ചു. വോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹക്കാരനുമാണ്. പക്ഷേ എൻ്റെ സൗകര്യം എങ്ങനെ നോക്കിയിട്ട് വീട്ടിലും എല്ലാ സ്വന്തക്കാർ ബന്ധക്കാർ എല്ലാവരും വരും. പിന്നെ എല്ലാ ഇതിനും കാരണം എന്താ വെച്ചാൽ ഇവിടെ ജനസമുദ്രമാണ് ഞങ്ങൾ. ഇപ്പം ഇന്ന് തന്നെ താങ്കൾ കണ്ടിട്ടുണ്ടാവും. അത് എന്താണ് ഈ അമ്പലത്തിന്റെ ഐതിഹ്യം എന്താണ്? അത് ഐതിഹ്യം പറഞ്ഞുതരാം. കാശിയിൽ പാതി കൽപ്പാത്തി, അതറിയാം എല്ലാവർക്കും. എന്താ ഈ കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് ചോദിച്ചാൽ, ഒരു ബ്രാഹ്മണ മുത്തശ്ശി കാശിക്ക് പോയത്രേ. കാശിക്ക് പോയ സമയത്ത് ബ്രാഹ്മണൻ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഒരു ബാണലിംഗത്തിനെ കയ്യിലെടുത്തു. ആ മുത്തശ്ശി കയ്യിലെടുത്തിട്ട് എല്ലാ ദിക്കിലും വെച്ച് പൂജ കഴിക്കും. പൂജ കഴിക്കുന്ന സമയത്ത് എല്ലാ ദിക്കിലും, അതായത് എന്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടോ അവിടെ വെച്ച് പൂജ കഴിക്കും. അത് കഴിഞ്ഞ് ഈ ഭണ്ണാരപ്പെട്ടി, ഈ തേവാരപ്പെട്ടി എന്ന് പറയും ഞങ്ങൾ, തേവാരപ്പെട്ടിനെ കൊണ്ടുപോകും. അതേമാതിരി കൽപ്പാത്തിയിൽ നീളാനദി തീരത്ത് ഈ താനും കുളിച്ച് ഭഗവാനെയും കുളിപ്പിച്ച് അഭിഷേകങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ ഈ തേവാരപ്പെട്ടി എടുക്കാൻ വരുന്നില്ല. അപ്പോൾ വളരെ ആ മുത്തശ്ശി സങ്കടപ്പെട്ടു. ബ്രാഹ്മണ മുത്തശ്ശിയാണ്. അപ്പോൾ ആ അന്ന് മുത്തശ്ശിയുടെ കയ്യിൽ ധാരാളം സ്വത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാവം. അപ്പോൾ ഇത് എടുക്കാൻ വരുന്നില്ലല്ലോ, വളരെ പാവം ദുഃഖിതയായി. അപ്പോൾ ദുഃഖിതയായിട്ട് ഗ്രാമക്കാരോടൊക്കെ വന്ന് ചോദിച്ചു, ഇമാതിരി അമ്പലം കെട്ടണം, ഇത് എൻ്റെ കയ്യിൽ സ്വത്തും നിറയുണ്ട്, അപ്പോൾ ഇത് അമ്പലം കെട്ടണം, നിങ്ങൾ ഒക്കെ ഇതിൽ പങ്കെടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കാം, പക്ഷേ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കില്ല. അപ്പോൾ എല്ലാ ബ്രാഹ്മണന്മാർ എന്താ വെച്ചാൽ ശിവൻ സ്വത്ത് കൊലനാശം എന്ന് പറയും. അപ്പോൾ ആരും ബ്രാഹ്മണന്മാർ എടുത്തില്ല. അപ്പോൾ ഈ കുണ്ടമ്പലം പാലക്കാട്ട് അധീനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ രാജാവിനോട് ചോദിച്ചു, ഇന്നമാതിരി അമ്പലം ഞങ്ങൾ കെട്ടിക്കോട്ടെ, ഇതിൻ്റെ എൻ്റെ കയ്യിൽ സ്വത്തും ഉണ്ട്, അപ്പോൾ സ്വത്തൊക്കെ ഇന്നമാതിരി അമ്പലത്തിലേക്ക് ഞാൻ എഴുതി വെക്കാമെന്ന് പറഞ്ഞു. ശരിയാണ്, അതിന് സാക്ഷി വേണമല്ലോ. ഇപ്പം നിങ്ങൾ എനിക്ക് തരുന്നു പറഞ്ഞാൽ ഒരു സാക്ഷി വേണം. 3 സാക്ഷിയെ നിർത്തി. ഒന്ന് എന്താ ചോദിച്ചാൽ, അന്നൊക്കെ മനുഷ്യനെക്കാട്ടിലും സാക്ഷി ഭഗവാനെയാണ്. കല്ലേങ്കുളങ്കര ഏമോൺ ഭഗവതി. 2 വൈനാഥപുരം വൈത്തീശ്വരൻ. 3 എന്താ ചോദിച്ചു, ചൊക്കനാഥപുരം മീനാക്ഷി സുന്ദരേശ്വരൻ എന്ന് ഈ മുത്തശ്ശി മറ്റേ ആ സ്വത്തൊക്കെ 3 ദേവന്മാരെയും സാക്ഷി നിർത്തിയിട്ട് പാലക്കാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഏൽപ്പിച്ചപ്പോൾ ഇവിടെ എങ്ങനെ പരദേശ സമ്പ്രദായം വന്നു കേരളക്കരയിൽ എന്ന് ചോദിക്കാം. ഞങ്ങളൊക്കെ മായപുരംകാരാണ്. അപ്പോൾ ആ മുത്തശ്ശി തമിഴ് ബ്രാഹ്മണ മുത്തശ്ശിയാണ്. അപ്പോൾ ഇവിടുത്തെ ആഗമം ശ്വാഗമം എന്നാണ് പറയുക. അപ്പോൾ ശ്വാഗമം എന്ന് പറയുമ്പോൾ ഈ കേരള ബ്രാഹ്മണർ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഈ മയിലാടുതുറ എന്ന് പറയും. അവിടെ നിന്ന് പാലക്കാട്ട് രാജാവ് ഇന്നമാതിരി പൂജയ്ക്ക് ആൾ വേണം പറഞ്ഞ് ഇവിടെ ഞങ്ങളെ ഒക്കെ നിങ്ങൾ വരണം, നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇതൊക്കെ തന്നു. അപ്പോൾ ഈ ആചാരം ഞങ്ങൾ അവിടുത്തെ ആചാരമേ എടുക്കുള്ളൂ. അന്ന് കാലത്ത് അവർ അങ്ങനെ പറഞ്ഞത്. മയിലാടുതുറ തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ശൈലിയെ ഞങ്ങൾ എടുക്കുള്ളൂ, കേരള ബ്രാഹ്മണരുടെ ശൈലി എടുക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചു, ഉത്സവം എങ്ങനെയാണ് ചോദിച്ചു. ഉത്സവവും ഞങ്ങൾ അവിടുത്തെ ഉത്സവത്തിന് ഇന്നും അതേ ശൈലിയിൽ തന്നെ, അതേ ശൈലിയിൽ ഈ മയിലാടുതുറയിൽ ആ ഉത്സവ സമയത്താണ് ഇവിടെ ഉത്സവം. അങ്ങനെയാണ് ഇവിടെ കൽപ്പാത്തി രഥോത്സവം എന്ന് പറഞ്ഞ് ആരംഭിച്ചത്. അപ്പം ഞങ്ങളെ എന്താ ചോദിച്ചാൽ, കുടുംബനാഥനായിട്ടുള്ള ദേവൻ 3 ഇതിൽ, 1 ഗണപതി, 2 മറ്റേ വിശാലാക്ഷി സമേത വിശ്വനാഥർ, 3 വള്ളി ദേവയാന സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ എഴുന്നള്ളിക്കും. രാവിലെ അഭിഷേകങ്ങളും കാര്യങ്ങളോടുകൂടി ഭഗവാൻ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം
ചൊരിയുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പോകാനും വരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. കൽപ്പാത്തി രഥോത്സവം എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യം ഭംഗിയാവട്ടെ. പിന്നെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ താഴ്ന്ന നിലയിൽ പറയുന്നു. ഒരുപാട് സന്തോഷം. കൈ കൊടുത്തില്ലെങ്കിൽ തിരിച്ച് തരുന്നൊരു ഇത് കൊടുത്തിട്ടുണ്ടല്ലേ, മാന്യത കാണിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലേ. കൽപ്പാത്തിയിലെ പ്രസിദ്ധമായ സ്വീറ്റ് ഷോപ്പിലാണ് ഞാനുള്ളത്. പേര് വരുന്നത് ഐശ്വര്യ മെസ് എന്നാണ്. എല്ലാവിധ സ്വീറ്റ്സും ഇവിടെ ലഭ്യമാണ്. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. അപ്പോൾ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ഇവിടെ ഫേമസ് ആയ സാധനം എന്താണ്. ചേട്ടാ നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? പേര് ഹരിഹരൻ. എന്താണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? സ്വീറ്റ്സ് മുറുക്കും. ആ തേര് ഞങ്ങൾ 20 കൊല്ലം ഈ കട നടത്താൻ തുടങ്ങിയിട്ട് ഇത് ഫേമസ് ആയിട്ടുള്ളത്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ്? ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ തന്നെ അത് സ്ഥലമുണ്ട് ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. തേരല്ല, ഈ നാളെ തൊട്ട് ബിസിനസ് തിരക്ക് വരുന്നു. പുറത്തുനിന്നൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്? ഓർഡർ അത്യാവശ്യം ഓർഡറൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്താണ്? സ്വീറ്റ് ആണെങ്കിലും മാലാഡു പറയും. മാലാഡു സ്പെഷ്യൽ സ്വീറ്റാണ്, അതിനാണ് കൂടുതൽ ചിലവ്. മുറുക്കും സ്പെഷ്യൽ മുറുക്കും അതാണ് ചിലവ്. സ്പെഷ്യൽ മുറുക്കും മാലാഡും അല്ലേ? അപ്പോൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരലുണ്ട്? ധാരാളം ആൾക്കാർ വന്ന് ഇതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. മാലാഡുവിനും മുറുക്കിനും വേണ്ടിയിട്ട് വരുന്നുണ്ട്. മുറുക്കിനാണ് കൂടുതൽ കച്ചവടം. ശരി ചേട്ടാ, ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെന്നുള്ളത് കൽപ്പാത്തിയിലാണ്. ഇന്ന് കൽപ്പാത്തി തേരിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തു നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് തേരിൻ്റെ മുമ്പിലാണ്. ഈ തേരാണ് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വലിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും കാണാം.
പേരെങ്ങനെയാണ് സ്വാമി? കൃഷ്ണൻ, ദിനേശ് കൃഷ്ണൻ. കൽപ്പാത്തിയിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്? അല്ല അല്ല അല്ല, എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാൻ വന്നിട്ട് 3 കൊല്ലമായി. കോഴിക്കോടാണ് വീട്? തലയിൽ. തളി ക്ഷേത്രത്തിന്റെ അടുത്ത്. ആ, ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് കൽപ്പാത്തി തേരും കാര്യങ്ങളൊക്കെ? ഞാനിവിടെ വന്നപ്പോ ഒക്കെ അടിപൊളി തേരാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മനോഹരമായ തേര് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നതും എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നതും ഒക്കെ ഈ ശിവൻ ഗണപതിയും കൊടുത്ത അനുഗ്രഹം കൊണ്ടാണ്. നമ്മൾ ഈ നിൽക്കുന്നതിൽ തന്നെ ഭഗവാനിൻ്റെ ഈ അനുഗ്രഹം കൊണ്ടാണ്. ഈ വർഷത്തെ പ്രത്യേകത എന്താണ്? ഈ വർഷത്തെ തേരിന്റെ പ്രത്യേകത എന്താണ്? അതെനിക്കറിയില്ല. പക്ഷേ കുറേ ഇന്നലെയൊക്കെ കുറേ സിനിമാനന്മാരൊക്കെ വന്നു. പിന്നെ അതിലൂടെ കുറേ മന്ത്രിമാരൊക്കെ വന്നു. പിന്നെ അമ്പലത്തിൽ എനിക്ക് 2-3 ആൾക്കാർ തോന്നിട്ട് പോയി. VIPs ഒക്കെ. നമ്മുടെ കൽപ്പാത്തി ഗ്രാമം അത്രയും ഫേമസ് ആണ്. അപ്പോ തേരൊക്കെ കാണുക. ആവശ്യമാകട്ടെ. നന്ദി.
പേരെങ്ങനെയായിരുന്നു? ബാലാജി. ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണോ? ഇവിടെ തന്നെ ജനിച്ചിട്ടുണ്ട്, ബട്ട് ചെന്നൈയിലാണ് ചെന്നൈയിൽ സെറ്റിലായി. എങ്ങനെയാണ് ഈ കുട്ടിക്കാലത്ത്? വീടൊക്കെ ഇവിടെ ഉണ്ട്, ബട്ട് ചെന്നൈയിൽ സെറ്റിലാണ്. കുട്ടിക്കാലത്തിൽ ഇവിടെ തേര് മഹാപ്രസിദ്ധமான ഒരു സംഭവമാണ്. അവിടെ ഇങ്ങനെ 5 തേരുണ്ട്. മന്ദക്കര, പിന്നെ കുണ്ടുകോവിൽ വിശ്വനാഥ സ്വാമി കോവിൽ, പിന്നെ ലക്ഷ്മി നരസിംഹ കോവിൽ, പിന്നെ ചാത്തപ്പുറം മഹാഗണപതി കോവിൽ. ഇവിടെ 5 തേരുണ്ട്. 5 തേര് ഒന്നിച്ച് ഒരു സമയത്തിൽ 15-ാം തീയതി 3-ാം തീയതി ഇവിടെ കൂടെ നിൽക്കും. അവിടുന്ന് പിന്നെ വേറെ എന്താ വ്യത്യാസം എന്താണ് പഴയ കാലത്തെ തേരും ഇപ്പോഴത്തെ തേരും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് മോഡേൺ ഐറ്റംസ് ഒക്കെ കൂടി, അത്രയേ ഉള്ളൂ. പക്ഷേ ബാക്കി ഒരു വ്യത്യാസം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ആശംസകളും. എല്ലാ ആശംസകളും എല്ലാ കൽപ്പാത്തിമാർക്കും ആശംസകൾ. ലോകമെമ്പാടുമുള്ള എല്ലാ കൽപ്പാത്തിമാർക്കും ആശംസകൾ. പേരെങ്ങനെയായിരുന്നു? വിദ്യ. അപ്പോൾ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ഫുഡാണ്. ബ്രാഹ്മൺ അഗ്രഹാരത്തിലുള്ള പലഹാരങ്ങളാണ്. അല്ലാതെ പനീറോ ഗോബി മഞ്ചൂരിയനോ അഡ്വാൻസ് ആയിട്ടുള്ള ഫുഡൊന്നുമില്ല. പണ്ട് കാലം തൊട്ട് എന്താണ് നമ്മുടെ വീടുകളിൽ എന്താണ് ഉണ്ടാക്കിയിരുന്നോ അതൊക്കെയാണ് നമുക്കിവിടെ ആഹാരം. അതൊന്ന്. സെക്കൻഡ് തിങ്, ഒന്നിലും പൊടികളൊന്നും ചേർക്കണതോ മായങ്ങളോ അങ്ങനത്തെ ഇല്ല. അതും അതേ അരച്ചു വിടണ അത് സെയിം ടൈം എന്തുണ്ടോ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര വർഷമായി പോയോ? 2 വർഷമായിട്ടേ ഉള്ളൂ. അത്ര. ഒരുപാട് ഓർഡറും കാര്യങ്ങൾ കിട്ടാറുണ്ടോ? ഓർഡർ കിട്ടുന്നുണ്ടോ എന്തോ, ഞങ്ങളെ തേടി ഒരുപാട് പേര് വരാനുണ്ട്. ഓർഡറിന് വേണ്ടി നമ്മൾ നടത്തുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് കൽപ്പാത്തി തേരും ബാക്കിയുള്ള ദിവസങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? കൽപ്പാത്തി തേര് എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് ആളുകൾ കുറേ വരും കാണാൻ. സോ അതൊരു സന്തോഷം, തേര് കാണാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്. അല്ലാതെ പിന്നെ നമ്മളുടെ ഓൾ കേരളയിൽ നിന്നും ഈവൻ ബോംബെ, മദ്രാസ് എല്ലാ സ്ഥലത്തു നിന്നും ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന് പേര് കേട്ടിട്ട് ഈ ഫുഡ് ട്രഡീഷൻ ഫുഡ് ഇപ്പോൾ കിട്ടാത്തത് കാരണം ഇവിടുത്തെ ആഹാരം വേണമെന്ന് പറഞ്ഞവർ ഒരുപാടാണ്. സോ വി ആർ വെരി ഹാപ്പി. വി ആർ നോട്ട് ഡൂയിങ് ബിസിനസ് ലൈക്ക് കമേഴ്ഷ്യൽ ബിസിനസ്, ബട്ട് ആഹാരം കൊടുക്കാൻ ഇത്രയും പേർക്ക് നമുക്ക് കഴിയണു. ഇത്രയും ഇഷ്ടപ്പെട്ട ആളുകൾ വരുമ്പോൾ അതിനേക്കാട്ടിലും ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. ഓക്കെ, ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. പേരെങ്ങനെയായിരുന്നു? തേര് ഭംഗിയായിട്ടുണ്ട്. ഇന്ന് 1-ാം തേരാണ്. ശിവൻ, ഗണപതി, മുരുകൻ തേര് 1-ാം തേര്. നാളെ 2-ാം തേര്, മറ്റന്നാൾ 3-ാം തേര്. 3 ദിവസം തേരുണ്ട്. വർഷത്തിൽ ഒരിക്കലേ വരികയുള്ളൂ ഈ തേര് കാണാൻ ഇന്ത്യയിൽ എവിടെയൊക്കെ ജനങ്ങളുണ്ടോ അവരൊക്കെ വന്നിട്ട് പോകും. എന്താണ് പഴയ കാലത്തെ തേരൊക്കെ എങ്ങനെയാണ്? ഓർമ്മകൾ എങ്ങനെയാണ്? പഴയകാലത്ത് തേര് എങ്ങനെയോ അങ്ങനെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് കേരള ഗവൺമെൻറ് പണം കൊടുത്ത് ഇന്നും ഭംഗിയാക്കിയിട്ടുണ്ട്. പൈതൃകമായ ഗ്രാമമായ കൽപ്പാത്തിയിൽ കുറച്ചും കൂടെ തേര് ഉഷാറാക്കാൻ വേണ്ടി കുറച്ചും കൂടി ഗവൺമെന്റ് ഫണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ജോറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ തേരിന്റെ പ്രത്യേകത എന്താ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകത ഒന്നുമില്ല. എന്നാൽ പഴയ തേരെങ്ങനെയോ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഓക്കെ ചേട്ടാ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.
കെജ്രിവാൾക്ക് നല്ല ശ്രമം. മനസ്സിലാവുന്നില്ലേ പറയുന്നത്?